ഹായ് ഓൾ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സോഫ്റ്റ്വെയർ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റിയാണ്. ആൻ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഓൾമോസ്റ്റ് ബൈ ഡെഫിനിഷൻ ഈസ് ഡ്രിവൺ ബൈ പ്രാക്ടിക്കൽ പാരാമീറ്റേഴ്സ് ഓഫ് കോസ്റ്റ്, ഷെഡ്യൂൾ ആൻഡ് ക്വാളിറ്റി. നമ്മളൊരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയറിനകത്ത് മെയിനായിട്ട് അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതേപോലെ എങ്ങനെയാണ് അത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്, ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ അത് പ്രൊഡക്ടിവിറ്റി നടക്കണം, അതേപോലെ തന്നെ ക്വാളിറ്റി എന്താണ് എന്നതിൻ്റെ ബേസിലൊക്കെയാണ് നമ്മളത്, അത്തരം പാരാമീറ്റേഴ്സിൻ്റെ ബേസിലാണ് നമ്മളത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്. എ സൊല്യൂഷൻ ദാറ്റ് ടേക്സ് എനോമസ് റിസോഴ്സസ് ആൻഡ് മെനി ഇയേഴ്സ് മേ നോട്ട് ബി അക്സെപ്റ്റബിൾ. ഒരുപാട് റിസോഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തു എന്നതും അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് ചെയ്തു എന്നുള്ളതൊന്നും ഒരിക്കലും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. അതൊന്നും അതിൻ്റെ എഫേർട്ടിൻ്റെ ബേസിലല്ല നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ എന്താണ് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് എന്നതിൻ്റെ ബേസിലാണ്. സിമിലർലി എ പുവർ ക്വാളിറ്റി സൊല്യൂഷൻ ഈവൻ അറ്റ് ലോ കോസ്റ്റ് മേ നോട്ട് ബി മച്ച് യൂസ്. അതേപോലെ തന്നെ വളരെ ലോ കോസ്റ്റിൽ സോഫ്റ്റ്വെയർ കിട്ടും, പക്ഷേ ക്വാളിറ്റി അനുസരിച്ച് കുറയുമെങ്കിൽ അതും യൂസ്ഫുൾ അല്ല. Like all engineering disciplines, software engineering is driven by the major factors cost, schedule and quality. എല്ലാ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനെ പോലെ സോഫ്റ്റ്വെയറിൻ്റെ കേസും ഇത് തന്നെയാണ്. കോസ്റ്റും ഷെഡ്യൂളും ക്വാളിറ്റിയുമാണ് ഇതിൻ്റെ മെയിൻ മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫിഗർ ക്ലിയർ കുറവല്ലേ. എനിവേ ഞാൻ ഇവിടെ പിന്നെ പറയുന്നുണ്ട് തിയറി, അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. സോഫ്റ്റ്വെയർ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഫംഗ്ഷനാലിറ്റിയാണ്, പിന്നെ റിലയബിലിറ്റി, പിന്നെ യൂസബിലിറ്റി, പിന്നെ എഫിഷ്യൻസി, മെയിൻറ്റെയിനബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി. ഇത്രയും കൺസെപ്റ്റുകൾ കൂടിയതാണ്. ഒരിക്കലും ഒരു സിംഗിൾ പാരാമീറ്റർ അല്ല നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരുപാട് ഇവിടെ 6 പാരാമീറ്റേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. ഇത്രയും പാരാമീറ്റേഴ്സിൻ്റെ ബേസിലാണ് നമ്മളൊരു സോഫ്റ്റ്വെയർ ക്വാളിറ്റി മെഷർ ചെയ്യുക. അല്ലാതെ അതിനകത്തുള്ള ഒന്ന് മാത്രം ഫംഗ്ഷനാലിറ്റി നടക്കുന്നുണ്ട്, റിലയബിലിറ്റി ഇല്ലെങ്കിൽ അതൊരിക്കലും നല്ല ക്വാളിറ്റി അല്ല. ഓക്കെ, അപ്പോൾ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്ന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ക്വാളിറ്റി എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് സിസ്റ്റം ഈസ് കോസ്റ്റ് ഓഫ് റിസോഴ്സസ് യൂസ്ഡ് ഫോർ ദ സിസ്റ്റം. നമ്മളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന റിസോഴ്സസ് ഉണ്ടല്ലോ, ആ റിസോഴ്സസിൻ്റെ ബേസിലാണ് കോസ്റ്റ് എത്രയാണ് വരുന്നത്. പൊതുവേ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ മാൻ പവറാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഒരുപാട് പ്രോഗ്രാമേഴ്സ് ഉണ്ടായിരിക്കും, ടെസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരിക്കും. വിച്ച് ഇൻ ദ കേസ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് ഡോമിനേറ്റഡ് ബൈ ദ മാൻ പവർ കോസ്റ്റ്. സോഫ്റ്റ്വെയറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ ഡോമിനേറ്റ് ചെയ്ത് കാണുന്നത് എന്തായിരിക്കും? മാൻ പവർ കോസ്റ്റാണ് കാര്യമായിട്ട് വരിക. ആ ഡെവലപ്മെൻറ്റ് ഈസ് ലാർജ്ലി ലേബർ ഇൻറ്റൻസീവ്. നമുക്കറിയാം ഡെവലപ്മെൻറ്റ് ലേബർ ഇൻറ്റൻസീവ് ആയതുകൊണ്ട് തന്നെ മാൻ പവർ കോസ്റ്റാണ് ഡോമിനേറ്റ് ചെയ്ത് വരിക. ഹെൻസ് ദ കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ഈസ് ഓഫൺ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് പേഴ്സൺ മന്ത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പേഴ്സൺ പെർ മന്തിൻ്റെ ബേസിലാണ് നമ്മൾ അത് മെഷർ ചെയ്യുന്നത്. ദ കോസ്റ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺ പെർ മന്ത് ഇൻ ദ പ്രൊജക്റ്റ്. നമ്മൾ ആ പ്രൊജക്റ്റിനകത്ത് എത്ര പേഴ്സൺസിനെ പെർ മന്തിൽ യൂസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ബേസിൽ വരും. പേഴ്സൺ പെർ മന്ത് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഡോളർ എമൗണ്ട് മൾട്ടിപ്ലൈങ് വിത്ത് ആവറേജ് ഡോളർ കോസ്റ്റ് ഇൻക്ലൂഡിംഗ് കോസ്റ്റ് ഓവർ ഹെഡ് ലൈക്ക് ഹാർഡ്വെയർ ടൂൾസ് ഓൺ പേഴ്സൺ പെർ മന്ത്. നമ്മൾ ഈ പേഴ്സൺ മന്തിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഡോളറിൽ കൊടുക്കുന്ന കേസ് വരുമ്പോൾ ഡോളർ പെർ കോസ്റ്റിലും കൊടുക്കും. മാത്രമല്ല ഓരോ പേഴ്സണും മന്ത്ലി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയറും ടൂൾസൊക്കെ അതിൻ്റെ കൂടെ എക്സ്ട്രാ വരുന്ന കോസ്റ്റുകളാണ്. ഷെഡ്യൂൾ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ മെനി പ്രൊജക്ട്സ്. ഈ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊജക്റ്റിനകത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ബിസിനസ് ട്രെൻഡ്സ് ആർ ഡിക്റ്റേറ്റിംഗ് ദാറ്റ് ദ ടൈം ടു മാർക്കറ്റ് പ്രൊഡക്റ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കോസ്റ്റിൻ്റെ കേസാണ്. കോസ്റ്റിൻ്റെ കേസ് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ കൺസെപ്റ്റുകളാട്ടോ പറയുന്നത്. ഏതൊക്കെ? കോസ്റ്റ്, ഷെഡ്യൂൾ, ക്വാളിറ്റി, ഇതും ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എവിടെത്തി? ഞാൻ വിട്ടുപോയി. ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ കോസ്റ്റിൻ്റെ കേസ് പറഞ്ഞു, മെയിനായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നത് മാൻ പവർ കോസ്റ്റാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷെഡ്യൂളിംഗ് ആണ്. അപ്പോൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്രൊജക്റ്റിൻ്റെ കേസിൽ. കാരണം നമ്മളൊരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു, അത് കറക്റ്റ് ടൈമിൽ എന്താവണം, പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുകയാണെങ്കിലേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. അല്ലാതെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ ട്രെൻഡ് മാറിയിട്ട് പിന്നെ ആ പ്രൊജക്റ്റ് വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ട്രെൻഡിങ് ആണ് കാര്യങ്ങൾ. ഈ വർഷം ട്രെൻഡ് ആയതാവില്ല, അടുത്ത വർഷം ട്രെൻഡ് ആവുക. സോ അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ മാർക്കറ്റിൽ അത് എത്തണം. ബിസിനസ് ട്രെൻഡ്സ് ആർ ഡിക്റ്റേറ്റിംഗ് ദാറ്റ് ദ ടൈം ടു മാർക്കറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ്. നമ്മൾ ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്ന ടൈം വളരെ കുറവായിരിക്കണം. അതാണ് ഷെഡ്യൂളിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ സൈക്കിൾ ടൈം ഫ്രം ദ കൺസെപ്റ്റ് ഓഫ് ഡെലിവറി ഷുഡ് ബി സ്മോൾ. അതായത് ഡെലിവറി ടൈം വളരെ കുറച്ചായിരിക്കണം, പെട്ടെന്ന് ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഫോർ സോഫ്റ്റ്വെയർ ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് നീഡ് ടു ബി ഡെവലപ്ഡ് ഫാസ്റ്റ്. സോഫ്റ്റ്വെയറിൻ്റെ കേസ് ആകുമ്പോഴോ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ടൈമിൽ അത് പ്രൊഡക്ടിവിറ്റി നടക്കുകയുള്ളൂ. Productivity in terms of output person month can adequately capture both cost and schedule concerns. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റും ഷെഡ്യൂൾ കൺസേൺസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ്. സത്യം പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ എന്തൊരു വേർഡ് ഉണ്ടല്ലോ, ഉൽപ്പാദനക്ഷമത എന്നൊക്കെ പറയില്ല നമ്മൾ മലയാളത്തിൽ. സോ ആ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്താണ്, എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് കിട്ടിയത്, എത്രയാണ് കോസ്റ്റ് എന്നതിൻ്റെ ബേസിലൊക്കെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി പറയുക. ഇഫ് പ്രൊഡക്ടിവിറ്റി ഈസ് ഹയർ ഇറ്റ് ഷുഡ് ബി ക്ലിയർ ദാറ്റ് ദ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് പേഴ്സൺ പെർ മന്ത് വിൽ ബി ലോവർ. പ്രൊഡക്ടിവിറ്റി ഹയർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ പെർ മന്ത് ലോവർ ആണ്. ദ സെയിം വർക്ക് ക്യാൻ നൗ ബി ഡൺ വിത്ത് ഫ്യൂവർ പേഴ്സൺ പെർ മന്ത്. അതായത് നമ്മൾ ഒരുപാട് ആളുകളെ വെച്ച് വളരെ കോസ്റ്റിൽ വർക്ക് ചെയ്യിക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ
അതേസമയം കുറച്ച് ആളുകളെ വെച്ചിട്ട് ഈ സെയിം വർക്ക് തന്നെ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, അവർക്ക് കോസ്റ്റ് കുറച്ച് അധികം കൊടുക്കേണ്ടി വരും എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസുകളിലും പ്രൊഡക്ടിവിറ്റി ഹയർ ആവാറുണ്ട്. സിമിലർലി ഇഫ് പ്രൊഡക്ടിവിറ്റി ഈസ് ഹയർ, ദ പൊട്ടൻഷ്യൽ ഓഫ് ഡെവലപ്പിംഗ് സോഫ്റ്റ്വെയർ ഇൻ ഷോർട്ടർ ടൈംസ് improves. A team higher productivity will finish job in lesser time the same size team with lower productivity. അതായത് കുറേ ആളുകളെ വെച്ച് വളരെ കുറച്ച് ടൈം കൊണ്ട് ലെസ്സർ ടൈമിൽ നമുക്ക് ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാം. ഒന്നുകിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് ആളുകളെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് അധികം സമയം വരും, അങ്ങനെയും നമുക്ക് പ്രൊഡക്ടിവിറ്റി ഹൈ ആക്കാം. അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. The actual time the project will take of course depend also the number of people allocated the project. മാത്രമല്ല അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ ടൈം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, എത്ര ആളുകളെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് വെച്ചോ അതിനനുസരിച്ചാണ് ആ പ്രൊജക്റ്റിൻ്റെ ടൈം കിടക്കുക എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് കുറേ ആളുകളെ വെച്ചാൽ എന്താണ് പെട്ടെന്ന് തീരും, എന്നാൽ കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തീരും. അതേപോലെ തന്നെ കുറച്ച് ആളുകളെ വെച്ചാൽ കുറച്ചധികം ടൈം എടുക്കും. പക്ഷേ രണ്ടും സെയിം സൈസുള്ള പ്രൊജക്റ്റുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് എത്ര ആളുകൾ വെച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ ആക്ച്വൽ ടൈം കിടക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, പ്രൊഡക്ടിവിറ്റി ഈസ് എ കീ ഡ്രൈവിംഗ് ഫാക്ടർ ഇൻ ഓൾ ബിസിനസ് ആൻഡ് ഡിസയർ ഓഫ് ഹൈ പ്രൊഡക്ടിവിറ്റി ഡിക്റ്റേറ്റ്സ് ലാർജ് എക്സ്റ്റെൻറ്റ് ഹൗ തിങ്സ് ആർ ഡൺ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ പ്രൊജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോയത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ടൈമും അതേപോലെ ആളുകളുടെ എണ്ണമൊക്കെ പറഞ്ഞില്ലേ, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊജക്റ്റിൻ്റെ പ്രൊഡക്ടിവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ എങ്ങനെയാണോ അത് കാണുന്നത് എന്നതിൻ്റെ ബേസിലാണ് പ്രൊഡക്ടിവിറ്റി വരിക. ഓക്കെ. The other major factor driving any production discipline is quality. പിന്നെ നമുക്ക് പറയാനുള്ളത് ക്വാളിറ്റിയാണ്. ടുഡേ ക്വാളിറ്റി ഈസ് എ മെയിൻ മന്ത്ര ആൻഡ് ബിസിനസ് സ്ട്രാറ്റജീസ് ആർ ഡിസൈൻ അറൗണ്ട് ക്വാളിറ്റി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കോസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, പിന്നെ നമ്മൾ പറഞ്ഞു ടൈം ഷെഡ്യൂളിംഗ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, പിന്നെ പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ക്വാളിറ്റിയെക്കുറിച്ചാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ മന്ത്ര എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഇല്ലാതെ ഒരു പ്രൊഡക്റ്റിനും നിലനിൽപ്പുണ്ടാവില്ല. ഡെവലപ്പിംഗ് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ ഈസ് അനദർ ഫണ്ടമെൻ്റൽ ഗോൾ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഗോൾ തന്നെയാണ് ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി മോഡൽ അഡോപ്റ്റഡ് by this standard, software quality comprises of 6 main attributes. These 6 attributes have detailed characteristics which are considered basic ones, which and should be measured using suitable metrics. ചില മെട്രിക്സിൻ്റെ ബേസിലാണ് നമ്മൾ ഇത്തരം ആട്രിബ്യൂട്ട്സ് ഒക്കെ നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, ഫംഗ്ഷനാലിറ്റി, റിലയബിലിറ്റി, മെയിൻറ്റനബിലിറ്റി, പിന്നെ എന്തായിരുന്നു, അങ്ങനെ 6 കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞു. അറ്റ് ദ ടോപ്പ് ലെവൽ ഫോർ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ദീസ് ആട്രിബ്യൂട്ട്സ് ക്യാൻ ബി ഡിഫൈൻ ആസ് ഫോളോസ്. എന്തൊക്കെയാണ് നമ്മളുടെ ക്വാളിറ്റി മെഷേഴ്സ് എന്നാണ് നമ്മളിവിടെ പഠിച്ച് ഞാൻ നേരത്തെ ഫിഗർ കാണിച്ചു തന്നിരുന്നു. ഒന്ന് ഫംഗ്ഷനാലിറ്റിയാണ്. ദ കേപ്പബിലിറ്റി ടു പ്രൊവൈഡ് ഫംഗ്ഷൻ വിച്ച് മീറ്റ് സ്റ്റേറ്റഡ് ആൻഡ് ഇംപ്ലൈഡ് നീഡ്സ് വെൻ ദ സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ്. സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, ക്ലയൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞ ഫംഗ്ഷനാലിറ്റീസൊക്കെ ആ സോഫ്റ്റ്വെയറിന് പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടോ, ആ ഫങ്ഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആ സോഫ്റ്റ്വെയറിനുണ്ടോ എന്നുള്ളതാണ് ഫംഗ്ഷനാലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. പിന്നെ റിലയബിലിറ്റി, ദ കേപ്പബിലിറ്റി ടു മെയിൻറ്റെയിൻ സ്പെസിഫൈഡ് ലെവൽ ഓഫ് പെർഫോമൻസ്. നമ്മളൊരു ലെവൽ ഓഫ് പെർഫോമൻസ് അവരോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതേ ലെവൽ ഓഫ് പെർഫോമൻസ്, സ്പെസിഫൈഡ് ആയിട്ടുള്ള ആ ലെവൽ ഓഫ് പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയണം. റിലയബിൾ ആണ് എന്ന് നമ്മൾ പറയുന്ന അത്തരം സിസ്റ്റംസിന് ആ റിലയബിലിറ്റി ക്യാരക്ടർ വേണം. നെക്സ്റ്റ് യൂസബിലിറ്റിയാണ്. ദ കേപ്പബിലിറ്റി ടു ബി അണ്ടർസ്റ്റുഡ്, ലേൺ ആൻഡ് യൂസ്ഡ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ സോഫ്റ്റ്വെയറിന് നമ്മൾ പ്രതീക്ഷിച്ച അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റി, ലേൺ എബിലിറ്റി, അതേപോലെ യൂസബിലിറ്റി ഒക്കെ മാക്സിമത്തിൽ വേണം. നെക്സ്റ്റ് എഫിഷ്യൻസിയാണ്. ദ കേപ്പബിലിറ്റി ടു പ്രൊവൈഡ് അപ്രോപ്രിയേറ്റ് പെർഫോമൻസ് റിലേറ്റീവ് ടു ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് യൂസ്ഡ്. എത്ര എമൗണ്ട് ഓഫ് റിസോഴ്സാണ് യൂസ് ചെയ്യുന്നത് അത്രയും എഫിഷ്യൻ്റ് ആയിട്ടായിരിക്കണം നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മെയിൻറ്റെയിനബിലിറ്റിയാണ്. നമ്മൾ സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് ഒക്കെ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദ കേപ്പബിലിറ്റി ടു ബി മോഡിഫൈഡ് ഫോർ പർപ്പസ് ഓഫ് മേക്കിംഗ് കറക്റ്റ്നെസ്, ഇംപ്രൂവ്മെൻറ്റ്സ് ആൻഡ് അഡാപ്റ്റേഷൻസ്. നമ്മൾ ഓരോ ടൈമിനനുസരിച്ച് എൻവിറോൺമെൻറ്റ് ചേഞ്ച് അനുസരിച്ചൊക്കെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിനബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം നമ്മളുടെ സോഫ്റ്റ്വെയർ. Next, portability, the capability to be adapted for different specified environments without applying actions or means other than those provided for this purpose of the product. അതായത് നമ്മൾ പോർട്ടബിലിറ്റി എന്നുകൊണ്ട് പറയുന്നത് എന്താ വെച്ചാൽ ഏത് ടൈപ്പ് ഓഫ് എൻവിറോൺമെൻറ്റിലും നമ്മളുടെ ഏത് പ്ലാറ്റ്ഫോമിലും പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരിക്കണം നമ്മളുടെ സോഫ്റ്റ്വെയർ പെർഫോം ചെയ്യേണ്ടത്. അതാണ് പോർട്ടബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. There are two important consequences of having multiple dimensions of quality. നമ്മുടെ ക്വാളിറ്റിൻ്റെ പല ഡയമെൻഷൻസ് നമ്മൾ പറഞ്ഞപ്പോഴും അതിനകത്ത് വരുന്ന 2 കോൺസിക്വൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ക്വാളിറ്റി കനോട്ട് ബി റെഡ്യൂസ്ഡ് ടു എ സിംഗിൾ നമ്പർ ഓർ സിംഗിൾ പാരാമീറ്റർ. ഫസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കൊരിക്കലും സോഫ്റ്റ്വെയർ ക്വാളിറ്റിയാണ് അതിനകത്ത് ഇപ്പോൾ ഒരു 6 ക്വാളിറ്റീസ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ 6 ടൈപ്സ് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ഒരിക്കലും ഒരു സിംഗിൾ പാരാമീറ്ററിൽ മാത്രമായിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ സോഫ്റ്റ്വെയറിനെ ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ ഒതുക്കി കഴിഞ്ഞാൽ ഒരിക്കലും എഴുതി അത്ര സക്സസ്ഫുൾ ആവത്തില്ല. ആൻഡ് സെക്കൻഡ്,
ആൻഡ് സെക്കൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി ഈസ് പ്രൊജക്ട് സ്പെസിഫിക്. നമ്മളൊരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അത് പ്രൊജക്ട് സ്പെസിഫിക് ആയിരിക്കും. എന്ത് ടൈപ്പ് പ്രൊജക്റ്റാണോ നമ്മൾ കൊണ്ടുവരുന്നത് അതിനനുസരിച്ചാണ് ക്വാളിറ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. ഫോർ എൻ അൾട്രാ സെൻസിറ്റീവ് പ്രൊജക്ട് റിലയബിലിറ്റി മേ ബി ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ബട്ട് നോട്ട് യൂസബിലിറ്റി. നമ്മളൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ റിലയബിലിറ്റിക്ക് ആയിരിക്കും. യൂസബിലിറ്റിയേക്കാൾ കൂടുതൽ റിലയബിലിറ്റിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. When a commercial package of playing games on a PC, usability may be at most important than reliability. എന്നാൽ കൊമേഴ്ഷ്യൽ ടൈപ്പ് ഓഫ് പ്ലേയിങ് ഗെയിംസ് പോലത്തെയുള്ള സോഫ്റ്റ്വെയർസ് നമ്മളൊരു പേഴ്സണൽ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാർക്കാണ് യൂസബിലിറ്റിക്കാണ്, അല്ലാതെ റിലയബിലിറ്റിക്കല്ല. അപ്പോൾ ഓരോ ടൈപ്പ് പ്രൊജക്റ്റിൻ്റെ അനുസരിച്ച് പ്രൊജക്റ്റ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കും. Hence, for each software development project, the quality objective must be specified before the development starts. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്താണ് നമ്മുടെ ക്വാളിറ്റി ഒബ്ജക്റ്റീവ് എന്ന് ആദ്യം സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് ദ ഗോൾ ഓഫ് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ് ഷുഡ് ബി ടു സാറ്റിസ്ഫൈ ദ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്. അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റി ഒബ്ജക്റ്റീവ് മസ്റ്റായിട്ടും നമ്മളുടെ സോഫ്റ്റ്വെയറിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കുകയും വേണം. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്, കോസ്റ്റ് പറഞ്ഞു, ടൈം ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞു, പ്രൊഡക്ടിവിറ്റിനെ കുറിച്ച് പറഞ്ഞു, ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞു, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.